നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. വരുന്ന പഞ്ചമിതിഥി അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഓഗസ്റ്റ് മാസം 28 വ്യാഴാഴ്ച വളർപ്പിറ പഞ്ചമി, 27 ബുധനാഴ്ച 7 മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മുതലേ ഇരുന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. ഇത് പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടുമെന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കണച്ചാൽ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇനി വന്നിട്ട് 2 ദിവസം കൂടിയേ പഞ്ചമതിഥിക്കുള്ളൂ. ഇന്ന് 26/8/2025 മീൻസ് ഓഗസ്റ്റ്, അതായത് 8-ാം മാസം 26-ാം തീയതി. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് 8 മാസം 26 2+6 അപ്പോൾ അതും 8 എന്ന് വരുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. 888 888 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. രാത്രി 8 മണിക്ക് ചെയ്യേണ്ട മുഖ്യമായ വിഷയം, ശരിയാ? അതാണ് ഇന്ന് നമ്മുടെ പതിവ്. നമ്മൾക്ക് ഓരോരോ മാസവും വരുന്ന ആ പ്രപഞ്ചവശ്യ നാളില്, അതായത് ദേവതാവശ്യനാളെന്നും മാജിക് ഡേ അല്ലെങ്കിൽ മിറാക്കിൾ ഡേ, അത് എങ്ങനെ വേണേലും നമുക്കിതിനെ പറയാം. ഈ നാളില് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, നിങ്ങളുടെ നിറവേറാത്ത ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിനോട് പറയുമ്പോൾ നിശ്ചയമായിട്ടും അത് വന്ന് നിറവേറ്റി കിട്ടാനുള്ള വായ്പ ഇരിക്കുന്നുണ്ട്. ഈ പതിവ് ആരും വിടരുത്. എന്താന്ന് ചോദിച്ചാല് ഇത് മിക 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 മുഖ്യമായ ഒരു പതിവ്. ഫേസ്റ്റില് നിങ്ങൾ എല്ലാവരുമേ കമന്റ് സെക്ഷനിൽ 888 എന്ന് ടൈപ്പ് ചെയ്തിട്ട് തുടർന്ന് പതിവ് കണ്ടോളുക. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ സാധിക്കാൻ ആഗ്രഹിച്ചത് ഉടനടി നടത്തി കാണിക്കാൻ സാധ്യതയുള്ള ശക്തിയുള്ള മികവാർന്ന നാളാണ് ഇന്ന്. 26/8/25 സാധാരണ ഒരു നാളല്ല, 888 എന്നതിനെ പ്രതിനിധീകരിക്കുന്നു. സോ നന്നായിട്ട് യൂസ് ചെയ്തോളുക. ഇത് വന്നിട്ട് എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാല് അത്രയ്ക്കും ശക്തിയുള്ളത്. എന്തിന് നമ്മളിത് ചെയ്യണം എന്നത് തുടർന്ന് നമുക്ക് പതിവിൽ നോക്കാം. വന്നോളൂ, നമുക്കിനി വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടക്കുന്നതിനായിട്ട് ഇതുമാതിരി ദേവതാവശ്യ നാളില് നമ്മൾ ചെയ്യേണ്ട മാനിഫെസ്റ്റേഷൻ വിട മിക ശക്തിയുള്ള വഴിപാട് വേറെ ഒന്നും ഇല്ല എന്നതാണ് വിശ്വാസം. അങ്ങനെയാണ് അത് പറയപ്പെടുന്നത്. ഇപ്പോ ഈ മെത്തേഡിനും യാതൊരു ഫോർമാലിറ്റീസും ഇല്ല. പൂജ വേണമെന്നോ, വിളക്ക് വയ്ക്കണമെന്നോ, നൈവേദ്യം വയ്ക്കണമെന്നോ, മന്ത്രം ചൊല്ലണമെന്നോ അങ്ങനെ യാതൊന്നുമില്ല. നിങ്ങൾ എന്ത് നിലമയിലിരുന്നാലും ആർക്ക് വേണേലും ചെയ്യാം. ഇപ്പോ വീട്ടിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, വെളിയിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിലോ ഇവിടെ വെച്ചോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം, വെളിയിലും ചെയ്യാം. അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇതിനില്ല. മാത്രമല്ല, നിങ്ങൾ കുളിക്കണമെന്നോ, നോൺ വെജ് കഴിച്ചു, പീരീഡ്സ് ടൈം എന്നോ, പുലവാലയമ്മ ഇരിക്കുന്നെന്നോ അങ്ങനെ യാതൊരു റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. ആർക്ക് വേണേലും ചെയ്യാവുന്നതാണ്. നിങ്ങൾ
ഇത് ഇന്ന് രാത്രി 8:08 ഇത് ചെയ്തോളുക. ഇപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് 8:08 എന്നുള്ള സമയം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിക്ക് ഉള്ളിൽ നിങ്ങളിത് ചെയ്തോളുക. ശരിയാ? പിന്നെ ഇന്ന് ഈ വീഡിയോ കണ്ടില്ല, നാളെയോ മറ്റന്നാളോ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അങ്ങനെയെങ്കിൽ രാവിലെ 8:08 അത് പറ്റാത്തവർ വൈകുന്നേരം രാത്രി 8:08 ചെയ്തോളുക. ശരിയാ? ക്ലിയർ അല്ലേ? ഇതിന് ആവശ്യമായ ഒരേ ഒരു വസ്തു അത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പൊരുളും ഒന്നുമല്ല, നിങ്ങൾക്കുള്ളിലിരിക്കുന്ന വിശ്വാസം മാത്രമാണ്. ആഴമുള്ള വിശ്വാസം ആൽമരത്തിനേക്കാൾ വലുതായതാണ്. അതിനാല് ഈ ആഴത്തിലുള്ള വിശ്വാസത്തിന്മേലെ പല വിഷയങ്ങൾ ഈ ലോകത്ത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഈ പറയുന്ന ആ വിശ്വാസം എല്ലാ നേരത്തിലും നിങ്ങൾക്ക് ഒരേ അളവിൽ തന്നെ ഇരിക്കണം. രാവിലെ ഒത്തിരി വിശ്വാസത്തിലിരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ വൈകുന്നേരം കുറച്ച് ഡൗൺ ആകും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ടും എനിക്ക് ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ കുറച്ചു പോലും വിശ്വാസം ചോർന്നു പോകാനേ പാടില്ല. വിശ്വാസ ലെവല് എപ്പോഴും ഏത് നാളിലും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തും വരെ ഒരുപോലെ ഇരിക്കണം. ശരിയാ? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഇത് വന്ന് എല്ലാവരും ഇന്ന് തന്നെ ചെയ്തു നോക്കിക്കൊള്ളുക. ചില പേര് വന്നിട്ട് 8 എന്ന നമ്പർ ഇഷ്ടപ്പെടുന്നില്ല, അത് ദാരിദ്ര്യം പിടിച്ച നമ്പർ എന്നാണ് കരുതുന്നത്. ബട്ട് അത് തെറ്റാണ്. എനർജി വന്നിട്ട് ഒരു ലിമിറ്റ് ഇല്ലാതെ ഇൻഫിനിറ്റിൽ ഇരിക്കും. അതാണ് 8 എന്ന നമ്പരോടെ മഹത്വം. നിങ്ങൾ 8 എന്ന നമ്പർ ഒന്ന് പടുക്ക വെച്ച് നോക്കിയാൽ 8 എന്നത് ഇൻഫിനിറ്റ് സിമ്പലിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യും. സോ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം 8 എന്ന നമ്പർ കാണിച്ചു തരും. അത് മാത്രമല്ല, മനസമാധാനത്തോടും സമനിലയോടും, അതായത് ആത്മീക ലോകത്തും ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിനും സ്പിരിച്വൽ വേൾഡിനും ഒരു സമനില ഇത് വന്നു കൊടുക്കും. സോ നിങ്ങൾ ന്യായമായ എന്താവശ്യമിരുന്നാലും ഇന്ന് രാത്രി 8:08 PM ധാരാളമായി പ്രപഞ്ചത്തിനോട് നിങ്ങളുടെ ആവശ്യം ചോദിക്കാം. പ്രപഞ്ചം നമ്മൾ ചോദിക്കുന്നത് തരാൻ തയ്യാറായിട്ട് ഇരിക്കുന്നു. എന്നാൽ നമ്മളാണ് അതിനോട് ഒന്നും ചോദിക്കാത്തത്. കാരണം നമുക്ക് വിശ്വാസം ഇല്ല എന്നത് തന്നെ. ഈ നാളെങ്കിലും നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യം ഈ പ്രപഞ്ചത്തോട് ഒത്തിരി ഒരുമയിൽ ധൈര്യമായിട്ട് വിശ്വാസത്തോടെ ചോദിക്കാൻ ആരംഭിച്ചോളുക. ഇപ്പോൾ ചില പേർ ചോദിക്കും, നമ്മൾ വന്ന് ഉച്ചരിച്ച് വായാലെ ചോദിച്ചാൽ മാത്രം പോരെ, എഴുതണമോ എന്ന്. ഇല്ല, നമ്മൾ വായാലെ ചോദിക്കുന്നത് വിടെ എഴുതുമ്പോൾ ആ നമ്പർ ഇന്നും അതിൻ്റെ മഹിമ പെരുകും. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു മാജിക്കൽ പവർ ഉണ്ടല്ലോ, അത് വർദ്ധിക്കും. സോ എന്തിന് അതുകൊണ്ട് നിങ്ങൾ എഴുതാതെ ഇരിക്കണം? ഇന്ന് രാത്രി നിങ്ങൾ ഒരേ ഒരു വേർഡ് 8 ടൈംസ് 8 തവണ എഴുതാൻ പോവുകയാണ്. അതിന് വന്നിട്ട് 8 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. സോ ഒന്നും നിങ്ങൾ വേറെ ആലോചിച്ച് തല പുകയ്ക്കേണ്ട, എല്ലാവരും ഇത് ചെയ്യുക. 8 എത്രയോ നല്ലത് ഇരിക്കുന്നുണ്ട്. അഷ്ടലക്ഷ്മികൾ ഇരിക്കുന്നത് 8, അഷ്ടഭൈരവർ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വരാഹിയമ്മൻ അഷ്ടവരാഹിയാണ്. അത് മെയിൻ തിങ്. മാത്രമല്ല അഷ്ടസിദ്ധികൾ, അഷ്ടബാലകർ എന്നിവ ഇരിക്കുന്നുണ്ട്. അഷ്ടം എന്നത് വന്നിട്ട് 8 നമ്പർ കുറിക്കുന്നത്. പിന്നെ അഷ്ടോത്തരം നമ്മൾ വായിക്കുമില്ലേ, 100+8 108. സോ നിറയെ നന്മകൾ 8 ഇരിക്കുന്നുണ്ട്. മോറോവർ ശനി ഭഗവാനോടെ നമ്പരും 8. ശനി ഭഗവാനെ നോക്കി നമ്മൾ ഭയന്നാലും അവര് വന്നിട്ട് നീതിമാനാണ്. നവഗ്രഹങ്ങളിൽ ഈശൻ എന്ന പേരിലിരിക്കുന്ന ശനീശ്വരൻ കുലപതി. സോ ഈ നമ്പറിൽ പിറന്നവർ എല്ലാവരുമേ ഒത്തിരി നീതിയുള്ളവരും നേർമയുള്ളവരുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊന്ന്, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയൊക്കെ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ കൂട്ടുതുക 8 വരുന്നില്ലേ, അങ്ങനെ ഇരിക്കുന്നവരെയും ഇത്
നല്ല നീതിമാന്മാരായിട്ടിരിക്കുന്നവരായിട്ടാണ് പറയപ്പെടുന്നത്. സോ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡേറ്റും നിങ്ങൾ കൂട്ടുതുക 8 വരുന്ന ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ രാത്രി നിങ്ങൾ 8 മണിക്ക്, അതായത് 8 മണിക്ക് മേലെ നിങ്ങൾ ഹാളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലോ എവിടെയെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇടത്തിൽ പോയി ഇരിക്കണം. ഒരു തരത്തിലുള്ള ശല്യവും നിങ്ങൾ ആ ഇടത്തിൽ വരാൻ പാടില്ല. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്തോളുക. എന്നതിന് ശേഷം നിങ്ങളുടെ എന്താവശ്യമാണ് നിങ്ങൾക്ക് നടത്താനുള്ളത് എന്നുള്ളത് ചുരുക്കി എഴുതുക. ഫോർ എക്സാമ്പിള്, ഞാൻ എഴുതിയിരിക്കുന്നത് നല്ല വീട് വേണം. നിങ്ങൾ വന്നിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ആവശ്യം, ഇപ്പോൾ പണമാണ് ആവശ്യം എങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചോളുക. കിട്ടി എന്ന മാതിരി നിങ്ങൾ എഴുതരുത്. വേണം എന്നാണ് ചോദിക്കേണ്ടത്. എനിക്കിത് വേണം എന്ന് നിങ്ങൾ എഴുതി പറയണം. എനിക്ക് 10 ലക്ഷം പണം വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ഹസ്ബൻഡിൻ്റെ സ്നേഹം വേണം, പിന്നെ മക്കള് നല്ല പഠിക്കണം, അങ്ങനെ നിങ്ങൾ എഴുതണം. തൊഴിലിൽ ലാഭം വേണം, എനിക്ക് പിടിച്ച ജോലി വേണം, എനിക്ക് എബ്രോഡ് ജോലി വേണം, എനിക്ക് ഗവൺമെൻറ് ജോലി വേണം. എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾ എഴുതണം. അല്ലാതെ എനിക്ക് എല്ലാം നേടി എന്ന് നിങ്ങൾ എഴുതാൻ പാടില്ല. നിങ്ങൾ ആവശ്യപ്പെടണം, എനിക്ക് വേണം. ശരിയാ? ഇത് വേണം എന്ന് നിങ്ങൾ ചോദിക്കണം പ്രപഞ്ചത്തിനോട്. ഇത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. നല്ല നല്ല നല്ല, വീട് വീട് വീട്, വേണം വേണം വേണം, അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. നല്ല വീട് വേണം, അത് ഒറ്റ സ്ട്രെച്ചിൽ എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് പണമാണെന്നുണ്ടെങ്കിൽ എനിക്ക് 10 ലക്ഷം പണം വേണം, അത് ഒറ്റ സ്ട്രെച്ചിൽ എഴുതുക. പിന്നെ അടുത്ത് വേറൊന്ന്, ഇപ്പോൾ 2 സെൻറ്റൻസ് എഴുതി, നമ്മൾ 8 എണ്ണമാണ് എഴുതേണ്ടത്. ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോകാനോ ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കാനോ വേറെ ഒന്നിലും തലയിടാനോ പോകാൻ പാടില്ല. 8 വരികൾ എഴുതിയിട്ട് അതിനുശേഷം നിങ്ങൾ ആശ്വാസത്തോടെ എണീക്കണം. ശരിയാ? പിന്നെ വേറൊന്ന്, എഴുതും മുന്നേ നല്ല ഒരു മനസ്സോടെ ആത്മവിശ്വാസത്തോടെ ഇരുന്ന് വേണം എഴുതാൻ. ആരോടെങ്കിലും പോയിട്ട് വഴക്കിട്ടിട്ട് എഴുതാനിരുന്നാൽ അത് വന്ന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരത്തില്ല. സോ നല്ല മനസ്സോടെ അമേധിയായിട്ട് വിശ്വാസത്തോടെ നിങ്ങൾ ഇരുന്ന് എഴുതുക. ഇപ്പോൾ ഇന്ന് മിസ്സായവർ നാളെയാണ് എഴുതുന്നതെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് എഴുതാം. നാളെ വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം എഴുതാം. ഇപ്പോൾ രാവിലെ എഴുതാൻ പറ്റിയില്ല, മിസ്സായി എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് നിങ്ങൾക്ക് 8:08 നിങ്ങൾക്ക് എഴുതിക്കോളാം. എന്നാൽ രാത്രി മിസ്സായാൽ രാവിലെ എഴുതാം, അതൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇനി രാവിലെ ഒരാവശ്യത്തിന് വൈകുന്നേരം ഒരാവശ്യത്തിന് അങ്ങനെ 2 എണ്ണത്തിന് എഴുതാമോ എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് ധാരാളമായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ എഴുതണം എന്ന് കരുതി ഇതൊരു എന്താ പറയുക നേർച്ച എന്ന് കരുതി അങ്ങനെ എഴുതരുത്, സ്പീഡിൽ എഴുതരുത് കേട്ടോ. ഇരുന്ന് നന്നായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ കാര്യം വേണം എന്ന് സമയമെടുത്ത് 8 മിനിറ്റ് കൊണ്ട് 8 വാക്ക് 8 തവണ എഴുതിക്കൊള്ളുക. ശരിയാ? 8 മണി ടൈം എന്നത് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളുക. പിന്നെ ഈ എഴുതുന്ന പേപ്പർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി കാണുന്നവരാണെങ്കിൽ അവർ മാനിഫെസ്റ്റേഷൻ നോട്ട് വെച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. മാനിഫെസ്റ്റേഷൻ നോട്ട് ഇരിക്കുന്നവർ അതിൽ എഴുതാം. ഇല്ല, നിങ്ങൾക്ക് ഒരു പുതിയ നോട്ട് വാങ്ങിച്ച് നിങ്ങൾ എഴുതുന്നെങ്കിൽ അതും നല്ല കാര്യമാണ്. നിങ്ങൾ വാങ്ങിച്ച് ധാരാളമായിട്ട് എഴുതാവുന്നതാണ്. അത് ഇല്ലാച്ചാൽ ഇതുപോലെ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾ എഴുതിക്കൊള്ളുക. അതിന് ഇന്ത പേന അന്ത പേന അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പേന കയ്യിലിരിപ്പുണ്ടോ ആ പേന കൊണ്ട്, അല്ലെങ്കിൽ സ്കെച്ചോ മാർക്കറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് എഴുതിക്കൊള്ളുക. ശരിയാ? പ്രിഫറബിളി ഞാൻ ബ്ലാക്ക് പ്രിഫർ ചെയ്യില്ല. ബ്ലാക്ക് വിട്ടിട്ട് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഇപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞുള്ളൂ രാവിലെ ഒരാവശ്യത്തിന് രാത്രി ഒരാവശ്യത്തിന് അങ്ങനെ എഴുതാമെന്ന്. അത് ഒരേ നോട്ടിൽ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. ഇനി അതിന് രണ്ട് നോട്ട് അങ്ങനെ ഒന്നും വേണ്ട, ഒരേ നോട്ടിൽ തന്നെ നിങ്ങൾ എഴുതാവുന്നതാണ്. മാത്രമല്ല, വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യാൻ പോകണ്ട. ഇപ്പോൾ മോന് വേണ്ടി അമ്മ ചെയ്യണ്ട, മോൻ തന്നെ ചെയ്തോളുക. അമ്മ അമ്മയ്ക്ക് ചെയ്യുക, അച്ഛൻ അച്ഛന് ചെയ്യുക. എല്ലാവരും അവരവർക്ക് വേണ്ടി ചെയ്തോളുക. തനിയെ നമ്മൾ പ്രപഞ്ചത്തോട് വേണ്ടുമ്പോഴാണ്, അത് ധാരാളമായി നമ്മൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെച്ചം കിട്ടുന്നത്. ഇനി പേപ്പറിൽ എഴുതുന്നവർ നിങ്ങൾ വന്നിട്ട് ഇത് ജസ്റ്റ് കണ്ണിൽ പെടുന്നത് മാതിരി എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വച്ചോളുക.
അതെല്ലാം മറ്റുള്ളവർ ചോദിക്കും ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾക്കത് പുറത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളത് കൊണ്ടുവന്ന് നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളായിട്ട് എടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരിടത്തിൽ വയ്ക്കുകയോ ഒട്ടിച്ചു വയ്ക്കുകയോ ചെയ്തോളുക. ശരിയാ? ബട്ട് ഡെയിലി നിങ്ങളിത് എടുത്തു നോക്കുക. എഴുതിയ വരികൾക്ക് വീണ്ടും വീണ്ടും അപ്പോൾ എനർജി കൊടുക്കുന്നതിന് തുല്യമാവും. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിനോട് ഓർമ്മപ്പെടുത്തണം, ഞാൻ ഇത് ചോദിച്ചിരിക്കുന്നു, പെട്ടെന്ന് നീ എനിക്കായിട്ട് ഇത് വേല ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നടത്തി തരൂ എന്ന് നിങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുക. ശരിയാ? എല്ലാം ക്ലിയർ അല്ലേ? ഇപ്പോൾ നിറയെ പേര് പറയും, നമ്മുടെ വീട്ടിൽ തന്നെ അമ്മയോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ പറയും, നിറയെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുന്നു, ആലോചിച്ച് വയ്ക്കും, എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയുന്നവര്, അങ്ങനെയുള്ളവര് ഇത് നിങ്ങൾ ധാരാളമായി ചെയ്യുക. നിങ്ങളുടെ ആവശ്യം, ആ പൊരുപ്പ് പ്രപഞ്ചത്തിന് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ കഠിനാധ്വാനം, വിശ്വാസം അത് കൈവിടാതെ നിങ്ങൾ പ്രപഞ്ചത്തിനോട് ആവശ്യപ്പെട്ടു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ചം അത് ചെയ്തു തരും. നല്ലതേ നടക്കുള്ളൂ ജീവിതത്തില്. ഇപ്പോ വരാഹിയമ്മൻ അഷ്ടവരാഹിയായിരിക്കുന്നതിനാലും അമ്മയുടെ കടാക്ഷം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ വരാഹിയമ്മനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തോളുക. അമ്മനില്ലാതെ നമുക്ക് ഒന്നുമേ ഇല്ല എന്നതാണ് എൻ്റെ കൺസെപ്റ്റ്. സോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.